ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2231. ഇന്ന് ഫെബ്രുവരി മാസം 8-ാം തീയതി, 39-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇത് ആനീത ഞായറാണ്. സകല വാങ്ങിപ്പോയ വിശ്വാസികളെ അനുസ്മരിക്കുന്നതിന്, മരിച്ചവരെ ഓർക്കുന്ന ദിവസമാണ്. എന്നിട്ടും അവരെ സഭ വിശേഷിപ്പിക്കുന്നത് വാങ്ങിപ്പോയവരെന്നാണ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഒന്ന് സ്ഥലം മാറിപ്പോയവർ. യേശു ഉപയോഗിക്കുന്ന ഭാഷ ഉറങ്ങുന്നവരെന്നാണ്, നിദ്ര പ്രാപിച്ചവർ. ഒരു വിങ്ങലുണ്ടാകുന്നുണ്ട് കടന്നുപോയവരെയൊക്കെ ഓർക്കുമ്പോൾ. എല്ലാവരെയും അല്ല എന്നത് വിസ്മയിപ്പിക്കുന്നുണ്ട്, ശരിക്കും ഭാരപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയൊക്കെ കൂട്ടിക്കുറച്ചെടുത്താലും ഒരു 100-ന് മീതെ ആളുകളെ വേഗം ഓർക്കാൻ പറ്റുന്നുണ്ട് മരിച്ചവരായിട്ട്. മരിച്ചവർക്കിടയിൽ നിന്ന് 100 ആളുകളെയൊക്കെ ആർക്കും ഒന്ന് ശ്രമിച്ചാൽ മനസ്സിലേക്ക് ഓടിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിനകത്ത് നമ്മളെ ഇപ്പോഴും ഭാരപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, ഒന്ന് നൊമ്പരപ്പെടുത്തുന്ന, ഉലയ്ക്കുന്ന എത്ര പേരുണ്ടാവും? 1, 2, 3, അങ്ങനെ അത് അധികം മുമ്പോട്ട് നീളുന്നില്ല എണ്ണാനായിട്ട്. ബാക്കിയൊക്കെ മരിച്ചവരാണ്. പക്ഷേ അവർ ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവർ ജീവിച്ചിരുന്നപ്പോഴേ മരിച്ചവരാണ്. അവരെ പരിചയപ്പെട്ടപ്പോൾ മുതൽ, അല്ലെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞത് മുതലേ എന്തുകൊണ്ടോ അവരെ മരിച്ചവരായിട്ട് പരിഗണിക്കേണ്ടി വരുന്നു. എന്തൊരു കഷ്ടം പിടിച്ച ജന്മവും ജീവിതവും ഒക്കെയാണ് നമ്മൾ ഈ മനുഷ്യരുടേത്. നമ്മൾ എന്നാ മനുഷ്യരായി മാറുന്നത്? അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലുമൊക്കെ വിയോഗം, ആരുടെയെങ്കിലുമൊക്കെ വേർപാട് അവശേഷിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ അതൊരു ആശ്വാസമായിട്ടാണോ ഒടുവിൽ തീരുക? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജീവിച്ച ജീവിതം എന്തൊരു ജീവിതമായിരുന്നു. സഭ ഇങ്ങനെയൊരു ദിവസം വേർതിരിച്ചത് കൊണ്ട് കാര്യമായിട്ട് വാങ്ങിപ്പോയവരെ ഓർത്തേക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം. ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള ദിവസമായത് 2 വിധത്തിൽ. ഒന്ന്, നമുക്ക് മുമ്പേ കുറെ പേർ കടന്നു പോയിട്ടുണ്ടെന്നൊരു വെളിച്ചം കുറച്ചും കൂടി തെളിച്ചത്തോടെ കിട്ടുന്നുണ്ട്. 2, എപ്പോൾ വേണമെങ്കിലും നമ്മളും ആ വഴിയിലേക്ക് തിരിയാമെന്നുള്ള ഒരു ഉറപ്പും കണ്ടെത്തേണ്ടതാണ് ദിവസം. കുറെ കൂടി ഒരു ഉത്ബോധത്തിൽ ജീവിപ്പാനായിട്ട് സാധിക്കണ്ടേ? സുറിയാനി സഭ ഒരാഴ്ചയും കൂടെ പിന്നിട്ടാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പാണ്. അതിനു മുമ്പ് പരേതരെ ഓർക്കുമ്പോൾ ഒരു മരണബോധത്തെ ഒന്ന് തൊട്ട് നോക്കാനായിട്ട്, ചേർത്ത് പിടിക്കാനായിട്ട് ഏതൊരാൾക്കും ധൈര്യമുണ്ടാവട്ടെ. ധൈര്യപ്പെട്ടേ മതിയാവും. ഉള്ളിലെവിടെ ഒരു ഹൃദയമുണ്ട്, അല്ലേ? കിഡ്നിയുണ്ട്. കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, നമ്മളിൽ ആരും തന്നെ കണ്ടിട്ടില്ല. എന്നാൽ നമുക്ക് ധാരണയുണ്ട് അത് ഉള്ളിലുണ്ട്. വലിയ കേടുപാടുകളൊന്നും അതിന് പറ്റാതിരിക്കട്ടെ. അതിനുള്ള ശ്രമങ്ങളാണ്, അതിനുള്ള മുൻകരുതലുകളാണ് എപ്പോഴും എല്ലാവരും കൈക്കൊള്ളുന്നത്. അതുപോലെ തന്നെ ഉള്ളിലെവിടെയോ, തൊട്ട് ചേർന്ന് അടുത്തെവിടെയോ അവനവൻ്റെ മരണവുമുണ്ട്. ആ ഒരു അവബോധത്തിൽ പരിസരത്തെ നോക്കാവോ, സഹജീവികളോടൊന്ന് ഇടപെടാമോ? കുറെ കൂടി മനസ്സലിവുണ്ടാവും, അനുകമ്പയുണ്ടാവും, അനുഭാവം ഉണ്ടാവും, പ്രാർത്ഥനയുണ്ടാവും, ആവശ്യത്തിന് വിനയമുണ്ടാവും, ഓർമ്മകളുണ്ടാവും, നന്ദിയുണ്ടാവും. ആമേൻ.